ദക്ഷിണായനത്തിൽ ആദ്യമായി വരുന്ന അമാവാസിയാണ് കർക്കിടകവാവ്. പിതൃക്കൾക്ക് ആത്മശാന്തി നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബലി. ഇതുവഴി ദീർഘായുസ്, സന്താനഭാഗ്യം, ധനസമൃദ്ധി, വിദ്യാഭ്യാസ വിജയം, സ്വർഗലാഭം, മോക്ഷം എന്നിവ ലഭിക്കുമെന്നാണ് ഹിന്ദുമത വിശ്വാസം. മറ്റു അമാവാസ്യകളെ അപേക്ഷിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കർക്കിടകവാവ്. കാരണം ഈ ദിവസം സൂര്യനും ചന്ദ്രനും ഒരേ ദിശയിൽ ഒരുമിക്കുന്ന അതുല്യമായ ദൈവിക സന്ദർഭമാണ്. ഹിന്ദു വിശ്വാസപ്രകാരം കർക്കിടകവാവ് ദിനത്തിൽ പിതൃക്കൾ ഭൂമിയിലേക്ക് എത്തുന്നു. 7 തലമുറകളിലൂടെയും കഴിഞ്ഞ 7 ജന്മങ്ങളിലൂടെയും നമ്മോട് ബന്ധമുള്ള പിതൃക്കൾ നമ്മെ അനുഗ്രഹിക്കാൻ എത്തുന്ന ദിവസമാണിത്. അതുകൊണ്ട് തന്നെ കർക്കിടകത്തിലെ കറുത്തവാവ് അവർക്ക് അന്നമൂട്ടാനുള്ള ഏറ്റവും ശുഭകരമായ മുഹൂർത്തമാണ്. മുത്തച്ഛന്മാർ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുട്ടികൾ, മറ്റു ബന്ധുക്കൾ തുടങ്ങിയവർക്ക് വേണ്ടിയാണ് ഈ ബലി. സാധാരണയായി മരിച്ച വ്യക്തിയുടെ നക്ഷത്രത്തിലോ തീയതിയിലോ ബലി നടത്താറാണ് പതിവ്. എന്നാൽ കർക്കിടകവാവ് ദിനത്തിൽ ചെയ്യുന്ന ബലി അതിലുപരി വിശേഷപ്പെട്ടതാണ്. 7 തലമുറയിലെ പിതൃക്കളുടെ ആത്മാക്കൾക്കാണ് ഈ ബലി. ഈ ദിവസം ബലി ചെയ്യുന്നവർ സാധാരണയായി ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. മറ്റു കുടുംബാംഗങ്ങൾക്ക് 3 നേരം ഭക്ഷണമാകാം. എന്നാൽ മാംസാഹാരം ഈ ദിവസം നിർബന്ധമായും ഒഴിവാക്കണം. ബലിതർപ്പണത്തിൽ ദർഭ, എള്ള്, വേവിച്ച അരിപ്പൊടി, വാഴയില, വെള്ളം എന്നിവ ഉപയോഗിക്കാറുണ്ട്. മനുഷ്യജന്മത്തിൽ നിർവഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചമഹായജ്ഞങ്ങളിൽ ഒന്നാണ് പിതൃയജ്ഞം. അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ നാം ചെയ്യുന്ന പാപങ്ങൾക്കും കടങ്ങൾക്കും പരിഹാരമായാണ് പിതൃബലി നിർവഹിക്കുന്നത്. പിതൃദോഷം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ദാരുണമായ ദോഷങ്ങളിലൊന്നാണ്. പിതൃബലി ഇല്ലാതെ ചെയ്യുന്ന പൂജകൾക്കും ജപങ്ങൾക്കും ഫലം കാണാറില്ലെന്നാണ് വിശ്വാസം. പിതൃകൃപ ഇല്ലാതെ ദൈവകൃപ പോലും ലഭിക്കില്ലെന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല. അതുകൊണ്ട് തന്നെ ജീവിതം എത്ര തിരക്കായാലും പിതൃക്കളെ ഒരിക്കലും മറക്കരുത്. പിതൃക്കളുടെ അനുഗ്രഹം ലഭിച്ചാൽ മാത്രമേ യഥാർത്ഥ ഐശ്വര്യവും സമാധാനവും ലഭിക്കുകയുള്ളൂ. പിതൃക്കൾക്കായുള്ള ഉപകാരസ്മരണ വരും തലമുറകൾക്കും പാഠമാക്കണം. പിതൃക്കൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന മാതാപിതാക്കളേക്കാൾ അതിവിശാലമായാണ് അതിൻ്റെ അർത്ഥം. അധ്യാപകർ, സുഹൃത്തുക്കൾ, ഉപദേശകർ, മാതൃകാ പുരുഷന്മാർ എന്നിവരും ഇതിൽ ഉൾപ്പെടുന്നു. അവരുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കാതെ പോകുമ്പോഴാണ് പിതൃദോഷം ഉണ്ടാകുന്നത്. ഈ ബലികർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഇവരെ സ്മരിക്കേണ്ടതും അത്യാവശ്യമാണ്. പിതൃദോഷത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മൾക്ക് നോക്കാം. കുട്ടികൾക്ക് ആവർത്തിച്ചു വരുന്ന അസുഖങ്ങൾ, ഗർഭധാരണം വൈകുക, കുടുംബകലഹം, വിദ്യാഭ്യാസവും തൊഴിലും തടസ്സപ്പെടുന്നത്, വിജയങ്ങളില്ലായ്മ, സ്ഥിരമായ പ്രശ്നങ്ങൾ, മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ, ഇത് എല്ലാം പിതൃദോഷം കൊണ്ടാകാം. കർക്കിടക വാവ് ദിനം മറ്റേത് വാവുകളെക്കാളും മഹത്വമുള്ളതും ശക്തിയേറിയതുമാണ്. പിതൃക്കളുടെ തിരുവോണം എന്നാണ് ഈ ദിവസത്തെ വിളിക്കുന്നത്. ഭൂമിയിലെ ഒരു വർഷം പിതൃക്കൾക്ക് ഒരു ദിവസമാണ്. അതുകൊണ്ട് ബലി ചെയ്യുന്ന ഒരു ദിവസം അവർക്ക് വേണ്ടി ഒരു വർഷം തുല്യമായ ശാന്തിയും ആശ്വാസവുമാണ് ഏകുന്നത്. കർക്കിടക വാവിന് ബലി ചെയ്യുന്നത് അഖില പിതൃക്കൾക്കായുള്ള തർപ്പണമാണ്. ബലി ചെയ്യാൻ പോകുന്ന വഴിയിൽ ഓം നമഃശിവായ ജപിച്ചു പോകുക. ഭഗവാനെ സ്മരിച്ചുകൊണ്ടുള്ള ബലിതർപ്പണം അതിവിശേഷമായ അനുഗ്രഹങ്ങൾ നൽകും.